ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണവസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും സാദര പ്രണാമം. നമ്മുടെ ഉണ്ണിക്കണ്ണനായ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ഫലങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാട്ടോ. ശ്രീകൃഷ്ണ സ്മരണയിൽ നിത്യം സ്നാനം ചെയ്താൽ എല്ലാ പാപവും പൊടിയായി പോകുന്നു. ശ്രീകൃഷ്ണ ചരണാമൃത പ്രേമം നിത്യം പാനം ചെയ്താൽ നമ്മുടെ മനോവൃത്തി തന്നെ മാറിയിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യം തിലകമണിയിച്ചാൽ നമ്മൾ സർവത്ര സമ്മാനിതരാവും. ശ്രീകൃഷ്ണ ചരണത്തെ സ്വയം തിലകമണിഞ്ഞാൽ നമ്മുടെ മനസ്സും ശാന്തമാവും. ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യം നിവേദ്യം അർപ്പിച്ചാൽ സംസാരത്തിലെ എല്ലാ ഭോഗവും നമുക്ക് ലഭിക്കും. ശ്രീകൃഷ്ണൻ്റെ പ്രസാദം സ്വയം ലഭിച്ചാൽ നാം നിഷ്പാപരാവും. ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ദീപം തെളിയിച്ചാൽ നമ്മുടെ ജീവൻ പ്രകാശമാനമാവും. ശ്രീകൃഷ്ണന് ധൂപം സമർപ്പിച്ചാൽ നമ്മുടെ ദുഃഖമാകുന്ന മേഘം ഒഴിഞ്ഞുപോകും. ശ്രീകൃഷ്ണന് നിത്യം പുഷ്പം അർപ്പിച്ചാൽ നമ്മുടെ ജീവൻ്റെ ആരാമം മഹാത്മ്യമേറിയതാവും. ശ്രീകൃഷ്ണവചനം സദാ തുടർന്നാൽ നമ്മുടെ യശസ് വർദ്ധിക്കും. ശ്രീകൃഷ്ണനെ നിത്യം പ്രണമിച്ചാൽ സംസാരം ദൂരെ പോയി ഒളിക്കും. ശ്രീകൃഷ്ണനെ നിത്യം മണിയടിച്ച് പൂജിച്ചാൽ നമ്മുടെ ദുഷ്ടപ്രവൃത്തികൾ മാഞ്ഞു പോവും. ശ്രീകൃഷ്ണനെ നിത്യം ശംഖനാദം സമർപ്പിച്ചാൽ നമ്മുടെ ശരീരം നിരോഗമായി തീരും. ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യം പ്രേമിച്ചുറങ്ങിയാൽ നമുക്ക് ആ ചൈതന്യത്തെ ദർശിക്കാൻ സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം നിത്യം ദർശിച്ചാൽ നമ്മുടെ ദുഃഖം പ്രഭു ദൂരെ കളയും. ശ്രീകൃഷ്ണ ഭഗവാന് അർപ്പിച്ച വസ്തുക്കളുടെ ഉപയോഗം നമുക്ക് പരമാനന്ദത്തെ കൊണ്ടുവന്നു തരും. ശ്രീകൃഷ്ണ ഭഗവാനെ വാത്സല്യത്തോടെ ആഹാരം കഴിപ്പിച്ചാൽ സംസാര വിഷയങ്ങൾ ഇല്ലാതാകും. ശ്രീകൃഷ്ണനോട് എന്തും ചോദിച്ചാൽ അന്യമായതല്ലാത്ത സ്വന്തമായ ഭഗവാനെ ലഭിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രസാദമായി സുഖദുഃഖങ്ങളെ മാനിച്ച് അനുഭവിച്ചാൽ നമ്മൾ സദാ സുഖിയായിത്തീരും. ശ്രീകൃഷ്ണ ഭഗവാനെ സദാ ധ്യാനിച്ചാൽ പ്രഭു അവസാന കാലത്ത് നമ്മെ സ്വന്തം ധ്യാനത്തിൽ വച്ച് സംരക്ഷിക്കും. ഭഗവാൻ കാരുണ്യ സ്വരൂപനാണ്. ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ ഒരടി വെച്ചാൽ 1000 അടി നമ്മുടെ അടുത്തേക്ക് ഭഗവാൻ നടക്കുന്നു. നമ്മുടെ കൈ പിടിച്ച് നമ്മുടെ കൂടെ ഭഗവാനുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ നാമം ഏത് സമയത്തും ജപിക്കാം. നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന പല ദുശ്ചിന്തകളൊക്കെ ഒഴിഞ്ഞു പോയിട്ട് നമുക്ക് സമാധാനം ലഭിക്കുന്നു. ഒരുവിധം എന്ത് ദുഃഖങ്ങൾ വന്നാലും നമ്മുടെ മനസ്സിനത് ഒരിക്കലും അത് നമ്മളെ ബാധിക്കുന്നില്ല. എല്ലാം നമുക്ക് ഭഗവാനല്ലേ. ആ ഭഗവാനെ മുന്നിൽ കാണും. നമ്മളുടെ ദുഃഖങ്ങൾ നമുക്ക് നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പറയാം. വേറെ ആരുടെ അടുത്ത് പറഞ്ഞാലും അവരെ എന്തൊക്കെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ പരിഹസിപ്പിക്കും. അങ്ങനെ ഓരോരോ കാരണം കൊണ്ട് നമ്മുടെ ഇങ്ങനെ മനസ്സിനെ വീണ്ടും അത് നോവിക്കുകയുള്ളൂ കേട്ടോ. എന്നാൽ നമ്മളുടെ ഭഗവാന്റെ അടുത്ത് നമ്മുടെ എല്ലാ കാര്യവും പറയാം. പക്ഷേ ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സറിയുന്നു ഭഗവാനെ നമ്മുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് നാമം ജപിക്കാം. നമ്മൾ നാമജപത്തിനായിട്ടൊരു സമയം
എടുക്കും. പക്ഷേ എന്നാലും നമ്മളുടെ ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും എപ്പോഴും നമുക്ക് ഭഗവാനെ കുറിച്ച് ഓർക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എല്ലാവരും നാമൊന്ന് ജപിച്ചു നോക്കൂ. നമ്മുടെ മനസ്സ് പരിശുദ്ധമായിരിക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.